റെക്കോർഡായോ? ആ ഓക്കെ. ആ സുഹൃത്തുക്കളെ, ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതൊരു വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് റോ ആയിട്ടൊരു വീഡിയോ. വാഴ 2 എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടു. അല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. നല്ല ഫ്രണ്ട്ഷിപ്പും ബ്രദർഹുഡും ലവും എല്ലാ പരിപാടികളും ഉള്ള പടം. അത് എത്രത്തോളം എല്ലാവരിലും എത്തിയെന്ന് അറിയാൻ പറ്റില്ല. അത് ഓരോ ജനറേഷൻ വെച്ചിട്ട് ചിലപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവില്ല. ജനറേഷനുള്ള ഫീലിങ്സ് തന്നെയാണ് ആ പടത്തിലുള്ളെങ്കിലും കുറച്ച് നാൾ മുമ്പ് ഏകദേശം നമ്മുടെയൊക്കെ പ്രായം ടീംസ് എല്ലാം നന്നായിട്ട് മനസ്സ് തൂത്തുവാരിയുണ്ട്. അപ്പം അങ്ങനൊരു പടം വരുമ്പം നമ്മുടെ സുഹൃത്തുക്കളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നമ്മളെന്തായാലും നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ അവരെ. എന്താ പറയുക, നമ്മൾ കീപ്പ് ഇൻ ടച്ച് വെക്കാതെ, നമ്മൾ കോൾ വിളിക്കാതെ, നമ്മൾ സംസാരിക്കാത്ത എത്ര സൗഹൃദങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. അതൊക്കെ എല്ലാവരും ആലോചിക്കും. പിന്നെ അതേപോലെ നമ്മളുള്ള ഇടി എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പടം വരുമ്പോഴാണ് നമ്മളത് ചിന്തിക്കണമെന്നല്ല, നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പടം വരുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെ പടം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അല്ല, നമ്മൾ ചിന്തിക്കുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ആ സങ്കടം വരുന്നത്. നമ്മളങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ കടന്നു പോയേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ചിരി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ട് വിചാരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ മുന്നിട്ടിട്ട സുഹൃത്തുക്കളോട് നമ്മൾ നല്ല രീതിയിൽ ചങ്ങായിട്ട് കിടന്നിട്ട് മിണ്ടാതിരിക്കുന്ന സുഹൃത്തുക്കളോട് മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ അവരുടെ ബിസി. മമ്മൂട്ടി പറഞ്ഞ പോലെ ഓരോ പ്രിഫറൻസുകൾ ആണ് മറ്റുള്ളവരിൽ നമ്മൾ ബിസി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അവരുടെ പ്രിഫറൻസ് അവർ ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ റീച്ച് ചെയ്യുന്നില്ല, ബിസിയാണ്. അത് അവരവരെ പ്രിഫറൻസ് ചെയ്യുന്നതാണ്. തെറ്റില്ല, നമ്മളും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയൊക്കെ മിസ്സായി പോകുന്ന സുഹൃത്തുക്കളോട് ഞാൻ നിങ്ങളെ വിളിക്കാൻ മറന്നുപോയിരുന്നു. നിങ്ങളെങ്ങനെ വിളിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും ഓർക്കുമ്പം ഞാൻ നിങ്ങളെ തെറ്റി വിളിക്കും. അപ്പോൾ അങ്ങനെ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാം. ഫാമിലിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഭയങ്കരമാണോ, എന്നാലും സമയങ്ങളിലെല്ലാം കാക്കയുടെ സൗഹൃദം. അപ്പം ഫാമിലിയൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവരും അവരവരുടെ പ്രിഫറൻസിലേക്ക് പോകുമെങ്കിലും കീപ്പ് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുക. ഓക്കെ.